രാഹുലെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് CPM അണികൾ ഇപ്പോൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് ന്യായമാണ് സത്യം? എനിക്ക് കാണുന്ന സമയത്ത് തന്നെ ഞാൻ തന്നെ എന്തോ ഗുണ്ടായിസമാണോ ഇത്? കേരളം ഏത് അവസ്ഥയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ആദ്യം മനസ്സിൽ വന്നത്. എന്താ ഇത് ശരിക്കും? ഇവരെന്തിനാണ് ഇത്രയും വെപ്രാളപ്പെടുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് ഈ അന്വേഷണം സംഭവിക്കുന്നത്? അത് കേരളത്തിന്റെ ഹൈക്കോടതി അന്വേഷിച്ചോളാൻ പറഞ്ഞ് ഉത്തരവ് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിനു മുമ്പിട്ട് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ആക്രമണമാണ്. ഇടി ഉദ്യോഗസ്ഥർ ഇറങ്ങി വരുമ്പോൾ ആ വാഹനം മൊത്തത്തിൽ തല്ലി തകർത്ത് ഇഷ്ടിക മൊട്ട അങ്ങനെ എന്ന് വേണ്ട വലിയ രീതിയിലുള്ള ആക്രമണമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഹൈക്കോടതി പറഞ്ഞിട്ടാണ് ED റെയ്ഡ് നടത്തുന്നത്. ഇപ്പോൾ ഇന്നലെയാണ് ഹൈക്കോടതി പറഞ്ഞത് EDക്ക് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ രണ്ട് ആളുകളുടെയും വാദമുഖങ്ങളെല്ലാം കേട്ടതിന് ശേഷമാണ്, അതായത് ഈ കേസ് കൊടുക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം മാത്യു കുഴിനാട് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വരെ പോയൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇത് റദ്ദ് ചെയ്യുന്നൊരു സ്റ്റേ കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സ്റ്റേ കൊടുക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് ഇവിടുത്തെ CPMകാരായിരുന്നു. നമുക്കറിയാം തെരുവോരങ്ങളിൽ തോറും കൊഴലപ്പം കൊടുത്തിട്ട് കൊഴലപ്പം വേണോ എന്ന് CPMകാർ കൊണ്ടു കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ ആഘോഷിച്ച ആളുകളാണ് ഇന്ന് ED വന്ന് റെയ്ഡ് ചെയ്തപ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ആക്രമണം കാണിച്ചു. രാഹുൽ, എനിക്ക് ഒരു സംശയമുണ്ട്. അതായത് നേതാക്കളുടെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് അണികൾ ഇത്തരത്തിലുള്ളൊരു പ്രവണതയിലേക്ക് പോകുന്നത്? എന്താണ് അവരുടെ ശരിക്കുള്ള ആശയം? അവരെന്താണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം മറ്റേ മുരളീധരൻ അത് കഴിഞ്ഞിട്ടൊരു ബൈറ്റ് മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന പോലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇവിടുത്തെ അണികളെല്ലാം അല്ലെങ്കിൽ CPMന്റെ അണികളൊക്കെ കരുതി വെച്ചേക്കുന്നത് മറ്റേ രക്ഷാപ്രവർത്തനത്തിന് പോലീസുകാരിറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചല്ലോ, അതേപോലെ രക്ഷാപ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ED കേന്ദ്രത്തിൽ നിന്ന് വന്നത് എന്നാണ്. അങ്ങനെയൊന്നും അല്ല. ഇത് കൃത്യമായിട്ടൊരു വിഷയം യഥാർത്ഥത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് അവർ കൃത്യമായിട്ട് ഈ കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള തെളിവുകൾ EDയുടെ പക്കലുണ്ട്. ഇപ്പോൾ 1.5 കോടി എന്നായിരുന്നു, 1 സംതിങ് ആയിരുന്നു ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് കണ്ടതിൽ 2 കോടിക്ക് മുകളിൽ ഇത് കൈപ്പറ്റിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. രണ്ട് കൂട്ടരും ഇതെന്തിനാണ് കൈപ്പറ്റിയതെന്ന് ഇതുവരെ പറയാനും കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പിണറായി വിജയന്റെ മകൾ ഇത്തരത്തിലുള്ള അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പണകൈമാറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ചു വരുമ്പോൾ പിണറായി വിജയന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ വരേണ്ടത്? പിണറായി വിജയന്റെ മകളല്ലേ? അപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലയളവിലായിരുന്നു ഇത് സംഭവിച്ചത്. നമ്മൾ കണ്ടതാണ്. പല സർക്കാർ കാര്യങ്ങളാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് സർക്കാരുകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഏത് വിഷയത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില കമ്പനികൾക്ക് മാത്രമായിട്ട് സർക്കാർ ടെൻഡറുകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയന്റെ വീട്ടിലേക്ക് റെയ്ഡിന് വന്നു. അതിനുശേഷം റെയ്ഡ് കഴിഞ്ഞ് പുറത്തു പോകുന്ന ഉദ്യോഗസ്ഥരെ വലിയ രീതിയിൽ ആക്രമിക്കുകയാണ്. നമുക്കറിയാം ഇറങ്ങി വരുമ്പോൾ തന്നെ പ്രതിഷേധമായിട്ട് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ നേതാവാണ് സഖാവ് പിണറായി വിജയൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവിടെ സംഭവിച്ചെന്താണ്? ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പാർട്ടി ഓഫീസിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടല്ലോ പോലീസുകാർ. എന്തിനാണ്? SFIയുടെ ഗുണ്ടകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ആക്രമണത്തിന് പിന്നിലും SFI ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടതാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സെനറ്റ് മെമ്പർമാരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ വലിയ രീതിയിലുള്ള ആക്രമണമാണ് SFI അഴിച്ചുവിട്ടത്. പിന്നീട് മലപ്പുറത്താണെങ്കിലും എല്ലാ ഇടങ്ങളിലും എന്തിനാണ് ഈ സംഘർഷം നടന്നത്? ഒരു തെരഞ്ഞെടുപ്പ് 4 സീറ്റിൽ അങ്ങോട്ട് KSUക്കാർ ആളെ നിർത്തിയിരുന്നു. ആ 4 സീറ്റ് KSUക്കാർ ജയിച്ചു. ഇപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അങ്ങാടിയിൽ തോറ്റതിന് ആരാണ്ട നെഞ്ചത്ത് കയറാൻ പോകുന്നു. അത്തരത്തിലാണ് SFI ഇപ്പോൾ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിലാണെങ്കിൽ പോലും അവർ ഇറങ്ങി വരുമ്പോൾ ആക്രമണത്തിന് പിന്നിൽ SFI ഉണ്ട് എന്നുള്ള വലിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പോലീസ് പാർട്ടി ഓഫീസറെ മുന്നിൽ വളഞ്ഞു നിൽക്കുന്നതാണ്. എന്തിനാണ്? SFI പ്രവർത്തകർ ഇത് കാർ അടിച്ചു പൊട്ടിച്ചുള്ള SFIയുടെ പ്രവർത്തകരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. തിരുവനന്തപുരത്താണെങ്കിൽ പോലും ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ള പല ആളുകളും ഗുണ്ടകളാണ് എന്ന് പറഞ്ഞിട്ട് കേസ് വലിയ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ വന്നിട്ടുള്ള ഓരോ ആളുകളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ വൃത്തത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ആ നാട്ടിൽ അവർക്കുള്ള കേസുകൾ, കാപ്പ കേസിലെ പ്രതികൾ, ഇത്തരത്തിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് സമരം ചെയ്തത് എന്നുള്ള രീതിയിൽ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഇപ്പോൾ സമരങ്ങളൊക്കെ എല്ലായിടത്തും നടക്കും. പക്ഷെ അതുപോലെ അല്ലല്ലോ. ഇതൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ വരികയാണ്. അപ്പോൾ കേന്ദ്ര ഏജൻസിയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇനി നടക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കും. ഇനി ഇവിടുത്തെ CPMന്റെ കുട്ടി നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് വണ്ടി അടിച്ചു പൊടിച്ചുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇനി കേസ് നടത്തണമെങ്കിൽ അങ്ങ് ഡൽഹിയിൽ പോകേണ്ട ഒരു അവസ്ഥ വരും. കൂടുതൽ ജനവിരോധത്തിന് കാരണമാകത്തില്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും 10 വർഷം ഭരിച്ചു.
ആ ഭരിച്ചതിന്റെ പേരിൽ ചില കേസുകൾ വരുന്നു. ആ കേസുകൾ വരുമ്പോൾ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടാണോ ഇതിനെ നേരിടേണ്ടത്? അതാണ് ഒരു പാർട്ടി ചെയ്യേണ്ടത്. മുമ്പ് ഇതുപോലെ ആളുകളുടെ മുന്നിൽ എളിഭ്യരാകുകയാണ്. ഇലക്ഷനിൽ തോറ്റ സമയത്തും ഇതേപോലെ അണികൾ ഓരോ ഗുണ്ടായിസം കാണിക്കുന്ന കുറേ വീഡിയോസും ഓരോ വീടുകളിൽ കയറി ജനങ്ങളെ ആക്രമിക്കുന്നതായിട്ടൊക്കെ ഒരുപാട് വീഡിയോസുകൾ വൈറലായിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അസഹിഷ്ണുത? ഈ പാർട്ടി ഇന്ന് 35 സീറ്റിൽ ഒതുങ്ങിപ്പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഗുണ്ടകളാണ്, ഈ ഗുണ്ടായിസമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തലതല്ലി പൊളിക്കുന്ന ഈ ഗുണ്ടായിസം ഉണ്ടല്ലോ, ഈ ഗുണ്ടായിസം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ പാർട്ടി ഉണ്ടാകത്തില്ല. ഈ SFIയുടെ ആളുകളെ, ഈ SFIയുടെ ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു മര്യാദ വേണ്ടേ? ഇപ്പോൾ നമുക്കറിയാം, ഇതിനു മുമ്പിട്ട് SFI ഇതേപോലെയുള്ള പോഴത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലി തകർക്കുന്നത്? അന്ന് കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? കേരളത്തിലെ ഇന്ത്യയുടെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട് കയറി അടിച്ചു പൊട്ടിച്ച് നശിപ്പിക്കുക വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതാണ്. പാർലമെന്റിൽ വരെ ഈ പാർട്ടിയെ നിരോധിക്കണമെന്ന് പറഞ്ഞ് ചർച്ച നടത്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനമാണ്, ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. ആ സംഘടനയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് സംഘർഷം അഴിച്ചു വിടാനല്ലാതെ എന്താണ് ഇവർക്ക് അറിയാവുന്നത്? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്താണെങ്കിൽ പോലും അവരുടെ നേതാവ് പറയുകയാണ്, ഞാൻ ഇന്നലെ ഒരു പോലീസുകാരന്റെ കൈ പിടിച്ച് മണപ്പിച്ച് നോക്കിയപ്പോഴോ മീൻ്റെ മണമാണ്. മണം പിടിക്കാനാണോ ഈ SFIയുടെ നേതാക്കന്മാർ പോകുന്നത്? ശിവപ്രസാദ് SFIയുടെ നേതാവാണ്. അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, അദ്ദേഹത്തിന് പിന്നീട് സോഷ്യൽ മീഡിയ വലിയ ട്രോളുകൾ നേരിടേണ്ടി വന്നു. മണപ്രസാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പേരിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടാണ്. ഇപ്പോൾ നമ്മുടെ യോധ സിനിമയില് ശ്രീനിവാസൻ മറ്റേ കാട്ടിൽ അകപ്പെട്ടു പോകുമ്പോൾ മീൻ മണപ്പിക്കത്തില്ലേ, അതേപോലെ അടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് വലിയ രീതിയിൽ അദ്ദേഹത്തിന് ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു തോൽവി ഉണ്ടാകുമ്പോഴത്തേക്കും സംഘർഷങ്ങൾ അഴിച്ചുവിട്ട് ആ തോൽവിയുടെ നാണക്കേട് മറക്കുകയാണ് ഒരു സംഘടന ചെയ്യേണ്ടത്. ആ തോൽവി പഠിച്ചതിന് ശേഷം അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുകയല്ലേ വേണ്ടത്. സംഘർഷങ്ങൾ അഴിച്ചുവിട്ട് എന്നും ഓരോ വിഷയങ്ങൾ. ഈ സംഘർഷത്തിന്റെ പേരിൽ എന്തിനാണ് UDFന്റെ ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നത്? UDF ആരാണോ ED വിട്ടത്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിരിക്കും. താൻ ചെയ്യുന്ന തെറ്റുകൾ താൻ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ പോലെ എക്സാലോജിക് കമ്പനിയും വീണ വിജയനും ഒക്കെ ചേർന്നുകൊണ്ട് ചെയ്തിട്ടുള്ള ഈ വിഷയത്തിൽ ഇവിടെ കോൺഗ്രസ്സുകാർ എന്താണ് ചെയ്തത്? ഇപ്പോൾ നമുക്കറിയാം, മാത്യു കുഴൽനാട് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ആക്ഷേപമാണ് ഉന്നയിച്ചത്? എപ്പോഴാണ്? അതായത് കോടതി ഒരു സ്റ്റേ കൊടുത്ത സമയത്ത് EDക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് EDക്ക് ഒരു സ്റ്റേ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ കുഴലപ്പം കൊടുത്ത് ആഘോഷിക്കുന്നു, വലിയ രീതിയിൽ അദ്ദേഹത്തിനെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു. അങ്ങനെ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത്? പക്ഷേ ഇന്ന് യഥാർത്ഥത്തിൽ ഇവിടുത്തെ CPMന്റെ അണികൾ കാണിച്ചത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഒരു കേന്ദ്ര സേനയാണ് അപമാനിച്ചു വിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അടിച്ചോടിച്ചു വിട്ടിട്ടുള്ളത്. അത് പാർട്ടിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും, ചെറിയ വിലയൊന്നുമല്ല. തീർച്ചയായിട്ടും. അതായത് പാർട്ടി എളിഭ്യരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ ജനങ്ങളുടെ മുന്നിലാണെങ്കിൽ പോലും ജനങ്ങൾക്ക് ഈ വിഷയമെല്ലാം അറിയാം. ഇത് നിങ്ങൾ ഇനി എത്ര ഒതുക്കി തീർക്കാൻ നോക്കിക്കഴിഞ്ഞാലും, ഇനി ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ നേതാവ് ഇതിനകത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ആക്രമണ സംഭവങ്ങൾ ജനങ്ങൾ മറക്കുവോ? ഇല്ല, ജനങ്ങളുടെ മുന്നിലുണ്ട്. അന്വേഷിക്കാൻ വന്ന EDയെ എങ്ങനെയാണ് ഇവര് ട്രീറ്റ് ചെയ്തതെന്ന്. കേരളമാണ് ഒന്നുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ചെറുപ്പക്കാരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കുക. വലിയ ആവേശത്തിൽ തൻ്റെ സഖാവിനെ 8 മണിക്കൂർ ED ചോദ്യം ചെയ്തു. ഈ പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് ED പറയുന്നത്. തൻ്റെ സഖാവിൻ്റെ വീട്ടിൽ 8 മണിക്കൂർ ED റെയ്ഡ് ചെയ്തു. റെയ്ഡ് ചെയ്തു വരുന്ന EDയെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യും, കയ്യും കാലും കൊണ്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവിടെ ഇഷ്ടികയും വലിയ ചുടുകട്ടയും മുട്ടയും ഒക്കെ എടുത്തിട്ടാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. ഇറങ്ങി വന്നപ്പോൾ തന്നെ കാറിൻ്റെ ഫ്രണ്ട് ചില്ല് അടിച്ചു പൊട്ടിച്ചു. ആ പാവം പിടിച്ച ഡ്രൈവർ എന്ത് ചെയ്തു? ആ വണ്ടി, അതൊരു വാടകയ്ക്ക് കൊടുക്കുന്ന വണ്ടിയാണ്, ആ വണ്ടി മൊത്തത്തിൽ നശിപ്പിച്ചു. ഇനി എത്ര ഇതെല്ലാം CPMന്റെ അണികളുടെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കണം. ഈ പിടിച്ചുകൊണ്ട് പോകുമല്ലോ, ഇപ്പോൾ ഓരോ ആളുകളെയും കൃത്യമായിട്ട് ഇവിടെ വലിയൊരു സുരക്ഷാ വീഴ്ച നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇതിനെല്ലാം കണക്ക് പറയേണ്ടി വരുന്നത്. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഫോഴ്സിന് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി എന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം അത്രയും ക്രമസമാധാന നില തകരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. കേന്ദ്ര സേനയെ തന്നെ അടിച്ചമർത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും? ആ കേന്ദ്ര സേനയിലെ ആരുടെയെങ്കിലും ദേഹത്ത് നിന്ന് ഒരു പിടി ചോര പൊടിഞ്ഞു കഴിഞ്ഞാൽ ആ കണക്ക് പറയേണ്ടി വരില്ലേ?
എത്ര പേരുടെ ജീവിതം പോവും? ഇത് ഇപ്പോൾ SFI ഇതിന്റെ പിന്നിലെല്ലാം ഉണ്ട്. ആ SFIയിലേക്ക് വരുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്? ആ ചെറുപ്പക്കാരുടെ ഭാവിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ജോലി അവർക്ക് പിന്നിൽ ലഭിക്കുന്ന ഒരു കാര്യമുണ്ടോ? ഇവിടെ സൊസൈറ്റികളിൽ ജോലി കൊടുക്കാൻ കാണും CPM-ന്, പക്ഷേ അവർക്ക് പിന്നീട് പഠിച്ച് നല്ലൊരു ജോലിയിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഇതെല്ലാം വലിയ തടസ്സങ്ങളായിട്ട് വരത്തില്ലേ? അല്ലെങ്കിൽ എത്ര ദിവസം ജയിലിലേക്ക് പോകേണ്ടി വരും? ഈ കേസ് നടത്താൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകേണ്ടി വരത്തില്ലേ? അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാര് അവർക്കെതിരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, CRPF ജവാന്മാർക്കെതിരെ. അതും വലിയ രീതിയിൽ ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈകാരികത ഉണ്ടാവും, പക്ഷെ വൈകാരികമായിട്ട് ഒരു കേന്ദ്ര ഏജൻസി അല്ല അടിച്ചോടിച്ച് വിടേണ്ടത്. സമരങ്ങൾ ചെയ്യാം, പ്രതിഷേധിക്കാം, പക്ഷെ പ്രതിഷേധങ്ങൾ അതിരുവിടുമ്പോൾ അവിടെ നഷ്ടപ്പെടാൻ പോകുന്ന പല ആളുകളുടെയും ജീവിതമായിരിക്കും. പ്രതിഷേധവും ഗുണ്ടായിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെ, അത് സത്യമാണ്. പ്രതിഷേധവും ഗുണ്ടായിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മൾ കണ്ടത് ഗുണ്ടായിസമാണ്. ഇവിടുത്തെ SFI ഇത്രയും കാലം എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ ഗുണ്ടകളാണ് എന്ന് വിളിച്ചു പറയുന്ന രീതിയിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഈ പാർട്ടിയെ നശിപ്പിച്ചതിന്റെ ഏറ്റവും വലിയ പങ്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞങ്ങൾ ഗുണ്ടകളാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മേലിൽ ഒരുത്തൻ്റെയും വാക്കിനിവിടെ വിലയില്ല, ഇനി ഏത് അധികാരവർഗം വന്നാലും എന്നുള്ള ഒരു പ്രിവിലേജ് ഇവർക്ക് കിട്ടുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇനി ആരുണ്ടെങ്കിലും ഞങ്ങളല്ലാതെ മറ്റാര് എന്ന് പറയുന്ന ആ ശൈലിയുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും.